അസ്സലാമലൈക്കും. ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ കണ്ടാലോ? ഇന്നധികം റെസിപ്പീസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഒരു മെക്സിക്കൻ റൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോണത്. അപ്പം വീഡിയോയിലേക്ക് പോയാലോ? ഇന്ന് രാവിലെ അത്താഴത്തിന് മാന്തൾ പൊരിച്ചതും ചോറും മോരുകറി അതിനോട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ആയപ്പോൾ കറണ്ടൊന്നുമില്ല. അപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യാന്ന് വെച്ചാൽ ക്യാരറ്റ് കട്ട് ചെയ്തപ്പം നമ്മളെ റാബിറ്റ് കുട്ടി വന്നിട്ടുണ്ട്. ഓക്ക് ഇങ്ങനെ ക്യാരറ്റ് വെജിറ്റബിൾസ് എന്ത് കട്ട് ചെയ്യുകയാണെങ്കിലും ഒരു പീസ് ഒക്കെ കൊടുക്കണം കേട്ടോ. ഓളങ്ങനെ അത് കടിച്ച് നിൽക്കുന്നു. അപ്പം ഞാൻ ബാക്കിയുള്ള വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്ത് തുടങ്ങി. ഇന്ന് കുറച്ച് കടികൾ തന്നെ ഉണ്ടാക്കണം. ഫ്രോസൺ ഫുഡ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സമൂസക്കുള്ള ഒരു മിക്സാണ്. ഇപ്പുറത്തുള്ളത് കട്ട്ലേറ്റിനുള്ളതാണ്. അപ്പോൾ അത് രണ്ടും ഒന്ന് സെറ്റാക്കി കൂളാവുമ്പം റോൾ ചെയ്തെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇവിടെ പുരയിൽ എന്തെങ്കിലും റൈസ് ഞാൻ ഉണ്ടാക്കുകയെന്ന് പറയുമ്പോൾ അമ്മച്ചി പറയുന്ന ഒരു റൈസാണ് കേട്ടോ. അത് മെക്സിക്കൻ റൈസാണ്, അധികം സ്പൈസി ഒന്നും അല്ലാത്ത. അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു 1/2 hour 1 hour മുന്നേ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ കുരുമുളക് പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ മുളക് പൊടി, തൈര്, കൊറിയാണ്ടർ ലീഫ്, മിൻറ്റ് ലീഫ്, ഗ്രീൻ ചില്ലി, അങ്ങനെ അതും കുറച്ച് ലെമണും ഒഴിച്ചിട്ട് നന്നായിട്ട് അതിനെ കുഴച്ച് ഒരു 1/2 hour 1 hour മാരിനേറ്റ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർക്കണം കേട്ടോ. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന പാനിൽ തന്നെയാണ് ചിക്കൻ പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് ഓയിലിലോട്ട് ചിക്കൻ ഒന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കണം. 8-10 മിനിറ്റ് ചിക്കന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ചിക്കന് വെന്ത് കഴിഞ്ഞിട്ട് അതെടുത്ത് മാറ്റണം. ഇതേ സെയിം ഓയിൽ തന്നെയാണ് റൈസ് കുക്ക് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് അല്ലെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കുക. നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ ബാക്കിയുള്ള മസാലയാണ് കേട്ടോ. അതും ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതാണ് ഇതിൽ ആകെ കൂടി യൂസ് ചെയ്യുന്ന മസാല. എന്നിട്ട് റൈസിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് റൈസും അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് ഇത് കുക്ക് ചെയ്യാൻ വെക്കുക. ഏകദേശം കുക്കായി വന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായില്ല ചിക്കൻ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കനും അതിലുണ്ടായിരുന്ന ഓയിലും എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മിൻറ്റും കൊറിയാണ്ടർ ലീഫും ചോപ്പ് ചെയ്തതും ഇതിൻ്റെ മുകളിലൂടെ ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ലിഡ് ക്ലോസ് ചെയ്തിട്ട് 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത് ദമ്മിടുന്ന പോലെ ചെയ്താൽ മതി. എന്നിട്ട് സെർവ് ചെയ്യുക. ഇതാണ് മെക്സിക്കൻ റൈസ്. ഒരു ഷവർമ ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാണ് ഞാൻ. മാരിനേറ്റ് ചെയ്യുന്നത് അറബിക് മസാല, കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, ഉപ്പ് ഇട്ടിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്തത്. കുറച്ച് ലെമണും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മാരിനേറ്റ് ചെയ്ത് പൊരിച്ചെടുത്ത് എന്നിട്ട് അതിനെ ചിക്കി പറിച്ചിട്ടിട്ട് ഇതിലേക്ക് ഒനിയൻ, റോ ഒനിയനാണ് കേട്ടോ യൂസ് ചെയ്യണത്. റോ ഒനിയനും ക്യാപ്സിക്കവും മയണീസ് ഞാൻ ഉണ്ടാക്കണം വിചാരിച്ചിരുന്നു, പക്ഷെ കറണ്ട് ഉണ്ടായില്ല. അപ്പം ഞാൻ റെഡിമെയ്ഡാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ മയണൈസ് ആഡ് ചെയ്ത് അപ്പോൾ കുറച്ചൊരു ലൂസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി പാൽ ആഡ് ചെയ്ത് പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി എടുത്ത് വെച്ച് ഷവർമക്കുള്ള ഡോ ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ഓരോരോ പോർഷൻ ആക്കിയിട്ട് ഞാൻ പാനിൽ വെച്ച് റെഡിയാക്കി എടുക്കുക ചെയ്തത്. അങ്ങനെ നോമ്പ് തുറക്കാനായപ്പോഴേക്കും കടികളും ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഈ ടൈമിലാട്ടോ കറണ്ടും വന്നത്. അങ്ങനെ നോമ്പ് തുറക്കാൻ സമൂസയും കട്ട്ലേറ്റും ഷമാമ ഉണ്ടായിരുന്നു, വത്തക്ക ഉണ്ടായിരുന്നു, പിന്നെ ഷവർമ ഉണ്ടായി, കുഞ്ഞിപ്പത്തിലുണ്ടായിരുന്നു, പിന്നെ നൂൽപുട്ടും കടലക്കറിയും ആയിരുന്നു. അങ്ങനെ അതും കഴിച്ച് ചോറും കഴിച്ച് നോമ്പൊക്കെ തുറന്ന്. അപ്പം അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം.